വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുറവലങ്ങാട് യൂണിറ്റ് സമ്മേളനം നടത്തി. അസോസിയേഷൻ മേഖലാ കുടുംബമേള പാലായിൽ 29-ന് നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ശ്രീധർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി പ്രേം അനുഗ്രഹ, മേഖലാ ട്രഷറർ സന്തോഷ് ഷാർലൈൻ, യൂണിറ്റ് ട്രഷറർ മോഹനൻ അക്ഷയ എന്നിവർ പ്രസംഗിച്ചു. 29-ന് പാലാ സ്പൈസസ് വാലി ലയൺസ് ക്ലബ്ബിൽ നടക്കുന്ന മേഖലാ കുടുംബമേള വിജയിപ്പിക്കുവാൻ യൂണിറ്റ് യോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 3, 4, 5 തീയതികളിൽ തൃശൂർ ലുലു സെന്ററിൽ നടക്കുന്ന ട്രേഡ് ഫെയർ പങ്കെടുക്കുവാനും യൂണിറ്റ് സമ്മേളനം തീരുമാനിച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കാണിക്കവഞ്ചി കവർന്ന സംഭവത്തിൽ കുറവലങ്ങാട് സ്വദേശിയായ ഒരാൾ കൂടി പോലീസ് നിരീക്ഷണത്തിൽ. സംഭവത്തിൽ കുറവലങ്ങാട് നമ്പൂശ്ശേരി കോളനിയിൽ ജനാർദ്ദനെ ഏറ്റുമാനൂർ പോലീസ് വ്യാഴാഴ്ച പിടികൂടിയതിന് പിന്നാലെയാണ് പുതിയൊരാളെ കൂടി പോലീസ് തെരയുന്നത്. കഴിഞ്ഞ മാസം 26-ന് രാത്രി പുലർച്ചെ 1 മണിയോടെയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലെ കാണിക്കവഞ്ചിയുടെ അകത്തെ വാതിൽ കുത്തി തുറന്ന് പണം അപഹരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച കുറവലങ്ങാട് കുരിയം നമ്പൂശ്ശേരി കോളനിയിൽ ജനാർദ്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കുറവലങ്ങാട് സ്വദേശിയായ ഒരാൾ കൂടി പോലീസ് നിരീക്ഷണത്തിലുള്ളത്. കോട്ടയം ഡിവൈഎസ്പി ബി ഡി രാധാകൃഷ്ണപിള്ള, ഏറ്റുമാനൂർ സിഐ സാജു ജോസ്, ഏറ്റുമാനൂർ എസ്ഐ KR മോഹൻദാസ്, ASI സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. കുറവലങ്ങാട് പോലീസിന്റെ പ്രത്യേക സഹായവും അന്വേഷണത്തിൽ ഏറ്റുമാനൂർ പോലീസിന് സഹായകരമായി. ഇനി അറിയിപ്പുകൾ. KCYM കുറവലങ്ങാട് മേഖലയുടെ യുവജന ദിനാഘോഷവും നേതൃത്വ പരിശീലന ക്യാമ്പും ശനി ഞായർ ദിവസങ്ങളിലായി മോനപ്പള്ളി ചീങ്കല്ലൽ സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടക്കും. ശനിയാഴ്ച വൈകുന്നേരം 5:45-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. വൈകുന്നേരം 6:30-ന് നടക്കുന്ന സമ്മേളനത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ പോൾ പാറപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് അരുൺ വട്ടത്തോട്ടത്തിൽ അധ്യക്ഷത വഹിക്കും. മേഖലാ ഡയറക്ടർ ഫാദർ മാത്യു എണ്ണക്കാപ്പിളിൽ ആമുഖ സന്ദേശം നൽകും. യൂണിറ്റ് രക്ഷാധികാരി റവറൻ ഡോക്ടർ ജോസഫ് കടുപ്പിൽ, KCYM മുൻ സംസ്ഥാന പ്രസിഡന്റ് ദീപക് ചേർക്കോട്ട്, സിസ്റ്റർ വിൻസി, സിസ്റ്റർ മരിയറ്റ്, സുദീപ് പാർവടി, ഷിജോ ചെന്നേരിൽ, അജിത് അമൃത നിവാസ്, ജിൻഡോ മേൽവട്ടം തുടങ്ങിയവർ പ്രസംഗിക്കും. കടപ്പളാമറ്റം കേന്ദ്രമാക്കി JCC ഇന്റർനാഷണൽ ചാപ്റ്റർ രൂപീകരിച്ചു. പ്രസിഡന്റായി തോമസ് ടി കീപ്പുറത്തെയും സെക്രട്ടറിയായി ജോസഫ് സൈമൺ മണ്ണാത്തുമാക്കലിനെയും തെരഞ്ഞെടുത്തു. ചാപ്റ്ററിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12-ന് മന്ത്രി KM മാണി നിർവഹിക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. കാലാവസ്ഥ. വൈക്കം, മീനച്ചിൽ താലൂക്കുകളിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു. വെള്ളിയാഴ്ച അങ്ങിങ്ങായി മഴയ്ക്ക് സാധ്യത. താപനില: കോട്ടയം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 30-28, ആലപ്പുഴ 30-28. ചരമം. ഇരവിമംഗലം ചിറപ്പുറത്ത് പരേതനായ അബ്രാഹമിന്റെ ഭാര്യ അന്നമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് ഇരവിമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ. ഇനി സിറ്റി ന്യൂസ് സ്പെഷ്യൽ ഡെസ്ക്. പെരുവഴിയിൽ പ്രസവം, വഴിയാത്രക്കാർ വയറ്റാട്ടിമാരായി. നടുറോഡിലൊരു പ്രസവം, വയറ്റാട്ടിമാരായി വഴിപോക്കർ. ആശുപത്രിയും സൗകര്യവും ഇല്ലാത്തിടത്താണ് ഇത്തരത്തിലൊരു പ്രസവം നടന്നതെന്ന് ആരും കരുതരുത്. ജനസംഖ്യയുടെ പേരിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ചൈനയിലാണ് സംഭവം. സൌത്ത് ഈസ്റ്റ് ചൈനയിലെ ഹുവാംഡോങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഹുവാങ്ഷുവിലാണ് അപൂർവമായ പ്രസവം കഴിഞ്ഞ ദിവസം നടന്നത്. പ്രസവം സംബന്ധിച്ച ചിത്രങ്ങളും വാർത്തകളും ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടതോടെ വിവരം ലോകമാകമാനം അറിയുകയും ചെയ്തു. വളരെ ആധുനികരായ ആളുകൾ താമസിക്കുന്ന തെരുവിലാണ് വഴിയിലെ പ്രസവം നടന്നത് എന്ന് പ്രത്യേകം മാധ്യമങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് ദമ്പതികൾ നടന്നു പോകും വഴിയാണ് പ്രസവം നടക്കുന്നത്. ഭാര്യ കുഴഞ്ഞു വീണതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കൂടെയുണ്ടായിരുന്ന ഭർത്താവ് നന്നെ വിഷമിച്ചു. പ്രസവവേദനയാണെന്ന് തിരിച്ചറിഞ്ഞ ഭർത്താവ് സമീപത്തുണ്ടായിരുന്ന ഒരു ഡെന്റൽ ക്ലിനിക്കിലെത്തി വിവരം ഡോക്ടറെ ധരിപ്പിച്ചെങ്കിലും പ്രസവം എടുക്കുന്നത് തന്റെ ജോലിയല്ല എന്നായിരുന്നു ഡെന്റിസ്റ്റിന്റെ മറുപടി. ഒടുവിൽ വയറ്റാട്ടിയുടെ ജോലി ഭർത്താവ് തന്നെ ഏറ്റെടുത്തു. ഭർത്താവിന്റെ സഹായത്തിന് വഴിപോക്കരായ ചിലരും കൂടെ കൂടി. എന്താണെങ്കിലും ഭർത്താവിന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞാൽ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു കേടുപാടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ സുഖപ്രസവം നടന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും യുവതി തീർത്തും ക്ഷീണിതയായിരുന്നുവെന്നും മാധ്യമ വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറവലങ്ങാട്ടെ ഗതാഗത പരിഷ്കാരം പരക്കെ സ്വാഗതം. കടുത്തുരുത്തി സബ് ട്രഷറി ചോദ്യാവസ്ഥയുടെ പര്യായം. മുട്ടുചിറ ഞായപ്പള്ളിപ്പാലം കരിവരികൾ തകർന്ന് അപകടക്കുരുക്കിൽ. നാലമ്പല ദർശനം ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുറവലങ്ങാട് യൂണിറ്റ് സമ്മേളനം നടത്തി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.